ഗുരുശിഷ്യ പ്രോഗ്രാം. ഗുരുശിഷ്യ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇത് തന്നെ, ഗുരുവും ശിഷ്യരും. ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് പറയുന്നതിനെ കൃത്യമായിട്ട് എത്ര പേർക്ക് അറിയാം? എടുക്കുകയാണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബുദ്ധിസം എനർജിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ജന്മത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് വരും ജന്മങ്ങളിൽ അനുഭവിക്കും, അതിനുള്ള പാപം. അത് ഹിന്ദുയിസം ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗുരുശിഷ്യ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇത് തന്നെ, ഗുരുവും ശിഷ്യരും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശിഷ്യരായിരിക്കും ഗുരുവായി മാറാൻ പോകുന്നത്. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സ്ലോലി കാണും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മിക്ക സബ്ജക്ട്സിലും ആൾക്കാർക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത്, കഴിഞ്ഞ ദിവസം എന്നല്ല, ഓരോ ദിവസങ്ങളിലും ഈ ഓരോ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നു. അതായത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര പഠിച്ചാലും നമുക്ക് ഓർമ്മ കാണില്ല, ചില കോൺസെപ്റ്റ്സ്. അതിൽ ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഇവർ വന്നിട്ട് നമ്മുടെ ബുദ്ധിസത്തിനെയും ജൈനിസത്തിനെയും കുറിച്ച് ഒരു ഡൗട്ട് ചോദിച്ചു. അതായത് സോൾ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആത്മാവെന്ന് ഉണ്ടോ, അത് ബുദ്ധിസവും ജൈനിസവും എങ്ങനെയാണ് അത് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള ചില ഡൗട്ട്സ് ചോദിച്ചു. അപ്പോൾ എത്ര പേർക്കറിയാം ബുദ്ധിസവും ജൈനിസവും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് പറയുന്നതിനെ കൃത്യമായിട്ട് എത്ര പേർക്കറിയാം? ഒന്ന് കൈവെക്കാവോ? ഓക്കെ, മെജോറിറ്റി ആൾക്കാർക്ക് ഡൗട്ടാണ്. ആദ്യം എല്ലാവരും ഒന്ന് പാൻ ചെയ്തോട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇത് നമ്മൾ ഈ ബുദ്ധിസവും ജൈനിസവും പഠിക്കുമ്പോഴത്തേക്കും ഈ കർമ്മ തിയറിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? കർമ്മ അല്ലേ? അവിടെ റെസ്റ്റ് എടുക്കുകയാണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കർമ്മ തിയറിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ കർമ്മ എന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? കർമ്മ എന്നുള്ളതിനെ കുറിച്ച് പ്രവൃത്തി. എങ്ങനെ സൈക്കിൾ എന്നുള്ളത്, സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്തിൻ്റെ ഉള്ള റീസണാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മ എന്ന് പറഞ്ഞിട്ട് വാക്ക് അവസാനിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇൻകംപ്ലീറ്റ് ആണ്. നമ്മൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇച്ചിരി ഒരു സ്റ്റെപ്പും കൂടെ പൊടിക്ക് പറയണം. ഫോർ എക്സാമ്പിൾ, ബുദ്ധിസത്തിനെയും ജൈനിസത്തിനെയും കുറിച്ച് പറയുമ്പോൾ ഇവർ സോളിൻ്റെ കോൺസെപ്റ്റ് സോൾ എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ബുദ്ധിസം പറയുന്നത് സോൾ എന്നൊരു വാക്കല്ല, സോൾ ഉള്ളതിനെ കുറിച്ച് ബുദ്ധിസം സംസാരിക്കുന്നില്ല. ബുദ്ധിസം എനർജിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഒരു ടെക്സ്റ്റിൽ നമുക്ക് ഈ എനർജി എന്നുള്ള വാക്ക് ഇവരെ അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? ഇത് വായിക്കുന്ന ഓരോരുത്തരും വിചാരിക്കും സോൾ ഇല്ല എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ പ്രശ്നം എന്താണ്? ബുദ്ധിസവും റീബർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ബുദ്ധിസവും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആത്മാവ് ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് അടുത്ത ജന്മത്തിൽ മനുഷ്യനായിട്ടോ മറ്റെന്തെങ്കിലും ജന്തുവായിട്ടോ ജനിക്കേണ്ടത്. അപ്പോൾ ആത്മാവിനെ കുറിച്ച് പറയാതെ അത് എങ്ങനെ പറയാൻ പറ്റും? പക്ഷേ ജൈനിസത്തിനെ സംബന്ധിച്ച് ജൈനിസം കുറച്ചും കൂടി ഹിന്ദുയിസവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു റിലീജിയനാണ്. അപ്പോൾ ജെയിൻസ് പറയുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സോൾ അടുത്ത ജന്മത്തിലേക്ക് പോകും. അപ്പോൾ ഈ സോള് ഈ ജന്മത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് വരും ജന്മങ്ങളിൽ അനുഭവിക്കും, അതിനുള്ള പാപം. അത് ഹിന്ദുയിസം ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ എന്ന് നമ്മൾ പറയുന്നത്. ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ എന്ന് പറയുന്നത് ജൈനിസം മാത്രം പറയുന്ന കാര്യമാണ്. ബുദ്ധിസം പറയുന്നത് റീബർത്തിനെ കുറിച്ചാണ്. പക്ഷേ ഇത് തമ്മിൽ ഞാൻ ഇവരോടും പറഞ്ഞു, ഒരു ചെറിയ തിൻ ലൈൻ ഓഫ് ഡിഫറൻസേ ഉള്ളൂ. ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ എന്ന് ജൈനിസം പറയുന്നു, ബുദ്ധിസം റീബർത്ത് എന്ന് പറയുന്നു. ജൈനിസത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് സോളാണ്. ബുദ്ധിസത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന എനർജിയാണ്. മനസ്സിലായോ? എനർജി എന്ന് പറയുന്നത് ആക്ച്വലി ഒരാളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അയാൾക്ക് പോസിറ്റീവ് എനർജിയോ നെഗറ്റീവ് എനർജിയോ ഉണ്ടാവും. പോസിറ്റീവ് എനർജി ഉണ്ടായി അടുത്ത ജന്മത്തിലേക്ക് പോകണം എന്നാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർമ്മ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. അടുത്ത ജന്മത്തിലേക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കർമ്മയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോൾ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിർത്തിയ എനർജിയെക്കുറിച്ച് പറയാത്തതുപോലെ കർമ്മ എന്ന് പറഞ്ഞ് നിർത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഡൗട്ട്. കർമ്മബന്ധം എന്നാണ് ശരിക്കും പറയേണ്ടത്. കർമ്മബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മറ്റുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് കർമ്മബന്ധം. ഈ കർമ്മബന്ധം പല രീതിക്കുണ്ട്. ഒന്ന്, ആളുകളുടെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന കർമ്മബന്ധമുണ്ട്. അതായത് എനിക്ക് തന്നോട് ഒരു ദേഷ്യം വന്നു, താൻ എന്തെങ്കിലും എന്നോട് പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് തന്നോട് ദേഷ്യം വന്നു. അപ്പോൾ നമ്മൾ തമ്മിലൊരു കർമ്മബന്ധം ഉണ്ടായി. എനിക്ക് തന്നോടുള്ള ആ ഹേട്രഡ് ഞാൻ ആക്ച്വലി പറഞ്ഞു തീർക്കുന്നില്ല, അതിനുമുമ്പ് ഞാനോ താനോ മരിച്ചു പോകുന്നു. അപ്പോൾ ഈ കർമ്മ ന്യൂട്രലൈസ്ഡ് ആവാതെ അവിടെ അവസാനിക്കുന്നു. മനസ്സിലായോ? ഇതാണ് കർമ്മബന്ധം. ഈ കർമ്മബന്ധം എന്നുള്ള കാര്യം ജൈനിസത്തിലും ബുദ്ധിസത്തിലും ഈ കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. മനസ്സിലായോ? ഈ കർമ്മം പിന്നെ വേറൊരു കാര്യം, ഈ കർമ്മ എന്ന് പറയുമ്പോൾ ഒരാൾ ഇപ്പോൾ വേറൊരാൾ എന്നോടൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ഞാൻ ക്ഷമിക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ് ഈ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് റീബർത്ത് ഉണ്ടാവാതിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് എന്നോടൊരാൾ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാനൊരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിസത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഒരു നിർവ്വാണ അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത്
ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇയാൾ വഴി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇയാൾ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ, ഇയാൾ എന്നോട് തെറ്റ് ചെയ്യുന്നതല്ല. മുൻ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപം ഇയാൾ എന്ന ഇൻസ്ട്രുമെൻ്റ് വഴി ഇവിടെ ന്യൂട്രലൈസ്ഡ് ആവുകയാണ്. ഇത് മനസ്സിലാവുന്നിടത്ത് അയാളുമായിട്ട് പ്രശ്നം തീർന്നു. അടുത്ത ജന്മത്തിലേക്ക് ഞാൻ ബാക്കി വെക്കുന്നില്ല. ഇനി ഞാൻ മരിച്ചു പോയാലും എനിക്ക് അയാളുമായിട്ടൊരു കർമ്മബന്ധവും ഇല്ല, അത് ന്യൂട്രലൈസ്ഡ് ആയി. ഞാൻ അയാളോട് ക്ഷമിച്ചു. ബിക്കോസ് ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഐ ആം ഗെറ്റിംഗ് വാട്ട് ഐ ഹവ് ഡൺ ഇൻ ദ പ്രീവിയസ് ബർത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ വെച്ച് തന്നെ ന്യൂട്രലൈസ്ഡ് ആവുകയാണ്. ആ ഫിസിക്കൽ ബോഡി മരിക്കുന്ന സമയത്ത് അയാളുടെ എനർജി ഇവിടെ വെച്ച് ന്യൂട്രലൈസ്ഡ് ആവുകയാണ്. ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് ക്യാരിഡ് ഓവർ ടു ദ നെക്സ്റ്റ് ബർത്ത്. ഓക്കെ, അപ്പോൾ ഈ എൻലൈറ്റൻഡ് ആയ ആളുകൾക്ക് എല്ലാവർക്കും, ഓരോ ആളുകൾക്കും മറ്റുള്ളവരോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും, അല്ലെങ്കിൽ മേ ബി ഇപ്പം നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നു, നമ്മൾ അയാളിൽ നിന്നൊരു പ്രത്യുപകാരം ആഗ്രഹിക്കുകയാണ്. ആ അതായത് നമ്മൾ ഈ നിഷ്കാമ കർമ്മ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ കർമ്മം ചെയ്യാണ്. ഈ എൻലൈറ്റൻഡ് ആയ ആളുകൾക്ക് നിഷ്കാമ കർമ്മമാണ്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു, അവർ മരിച്ചു പോകുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണ ഒരുപാട് ഇമോഷൻസ് ഉള്ള മനുഷ്യൻ എന്താണ് വിചാരിക്കുക, നമ്മളൊരു ചെയ്താൽ അതിനൊരു തിരിച്ച് ഒരു ഇത് കിട്ടണം, നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യണം. ഈ ആവശ്യം നിറവേറുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോകാമെന്ന് വിചാരിക്കുക. നമുക്ക് ആ കർമ്മബന്ധം അവിടെ കിടക്കും, അടുത്ത ജന്മത്തിലേക്ക് അത് ക്യാരി ഓവർ ആവും. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരാളുമായിട്ട് തന്നെ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ്, ഒരുപാട് ഗീവ് ആൻഡ് ടേക്സ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യനുമായിട്ട് തന്നെ ഇത്രയും കർമ്മബന്ധങ്ങൾ കിടക്കുന്നു. അതുപോലെ നൂറുകണക്കിന് ആളുകളുമായിട്ട് നമ്മുടെ ജന്മത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പം കർമ്മബന്ധങ്ങളുടെ ഒരു സൈക്കിൾ തന്നെ ഇവിടെ കിടക്കുകയാണ്. ഒരു ഹ്യൂജ് ബോണ്ടഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് നമുക്കുള്ളത്. നമ്മുടെ സോൾ ഫുള്ളി ബോണ്ടഡ് ആണ് ഒരുപാട് ആളുകളുമായിട്ടുള്ള കർമ്മബന്ധത്തിൽ. ഇത് മിക്കവാറും ആളുകൾക്ക് ഒരെണ്ണം പോലും ന്യൂട്രലൈസ്ഡ് ആവുന്നില്ല. അവർക്ക് ആളുകൾ സാറ്റിസ്ഫൈഡ് അല്ല. ആളുകൾ സാറ്റിസ്ഫൈഡ് ആവാത്തതിൻ്റെ കാര്യം അവരുദ്ദേശിക്കുന്ന പോലുള്ള ഒരു റിലേഷൻ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാവുന്നില്ല. നമ്മളൊരു ആൾക്ക് ഉപകാരം ചെയ്യുന്നു, അയാൾ തിരിച്ച് നമുക്ക് ചെയ്യുന്നില്ല. നമ്മളോടൊരാൾ നമ്മൾ ചെയ്യാതെ തന്നെ നമ്മളൊരാൾ തെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളയാളോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ എല്ലാ ആളുകളോടും ഒരാളോട് തന്നെ ഒരുപാട് കർമ്മബന്ധം, ഒരുപാട് ആളുകളോട് ഇതുപോലെ ഒരുപാട് കർമ്മബന്ധം. അപ്പോൾ അത് കിടക്കുന്നിടത്തോളം കാലം നമ്മളുടെ എനർജി ഇത് ന്യൂട്രലൈസ്ഡ് ആവാതെ നെക്സ്റ്റ് ജന്മത്തിലേക്ക് പോകും. അപ്പോൾ നെക്സ്റ്റ് ജന്മത്തിൽ എന്ത് പറ്റും, നമ്മളും മനുഷ്യനായോ മൃഗമായോ ഗോസ്റ്റായോ ഒക്കെ ജനിക്കുമെന്നാണ് ബുദ്ധ പറയുന്നത്. ഇത് തന്നെയാണ് ജൈനയും പറയുന്നത്, ഈ കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് നമ്മൾ ബുദ്ധിസത്തിനെ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നില്ലേ, ഈ ബുദ്ധ 4 നോബിൾ ട്രൂത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലെ ജീവിതം ഫുൾ ഓഫ് സോറോയാണ്. സോറോയ്ക്ക് കാര്യം ഡിസയറാണ്. ഈ ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണം, എന്തെങ്കിലും ആഗ്രഹിക്കുകയാണ്. അത് മേ ബി മറ്റുള്ളവരിൽ നിന്നാവാം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ അംബീഷൻസോ അങ്ങനത്തെ പല കാര്യങ്ങളോ ആവാം. ഈ അംബീഷൻസ് നിറവേറാതെ വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് സോറോ ഉണ്ടാവും അല്ലേ. ഇത് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസയർ കിടക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് റീബർത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ എനർജി ന്യൂട്രലൈസ്ഡ് ആയിട്ടല്ല നമ്മൾ മരിച്ചു പോകുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് റീബർത്തിൻ്റെ കോൺസെപ്റ്റ്. എനർജി അടുത്ത ജന്മത്തിലേക്ക് പോകും. നമ്മുടെ കർമ്മബന്ധം, നമ്മുടെ ടെക്സ്റ്റിൽ ഇതാണ് കർമ്മ എന്ന് പറഞ്ഞ് നിർത്താണ്, കർമ്മ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താണ്. കർമ്മബന്ധം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നു, മനസ്സിലായി. അപ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ്, അതാണ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കർമ്മബന്ധം ന്യൂട്രലൈസ്ഡ് ആവാത്ത ആളുകൾക്ക് നിർവ്വാണ ലഭിക്കുന്നില്ല. നിർവ്വാണ ലഭിക്കണമെങ്കിൽ കർമ്മബന്ധം ന്യൂട്രലൈസ്ഡ് ആവണമെന്ന് അറിയുന്നതാണ് എൻലൈറ്റൻമെൻറ്റ്, മനസ്സിലായോ. എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്ന ആൾക്ക്, അതായത് എല്ലാ കർമ്മബന്ധങ്ങളും ന്യൂട്രലൈസ്ഡ് ആയിട്ട് വേണം അടുത്ത ജന്മത്തിലേക്ക് പോകാൻ എന്ന് തിരിച്ചറിയുന്ന ആൾക്കാണ്, അതാണ് എൻലൈറ്റൻമെൻറ്റ്. ആ എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്ന ആളാണ് നിർവ്വാണ അറ്റൻഡ് ചെയ്യുന്നത്, മനസ്സിലായോ. അപ്പോൾ നിർവ്വാണ അറ്റൻഡ് ചെയ്ത ഒരാൾ, അയാൾ മരിക്കുന്ന സമയത്ത് ഈ നിർവ്വാണ ആയിട്ടുള്ള സ്റ്റേജിൽ അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് മരിക്കുന്നതെങ്കിൽ അയാൾ റീബർത്ത് ഉണ്ടാവില്ല, അയാൾക്ക് ഹി വോണ്ട് ബി റീബോൺ. ഓക്കെ, അപ്പോൾ ബുദ്ധയെ സംബന്ധിച്ച് അതാണ് സംഭവിക്കുന്നത്. ബുദ്ധ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് എല്ലാവരും ബുദ്ധരാവാത്തത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ബുദ്ധനാവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടിയാൽ, ബുദ്ധന് പോലും 10-12 വർഷം അലഞ്ഞു നടന്നിട്ടാണ് ഈ എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്ന ആ പൊട്ടൻഷ്യലുള്ള ആൾക്കാർ ബുദ്ധയായി മാറുന്നു. ഇനി ബുദ്ധിസം വേറൊരു കോൺസെപ്റ്റും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആൾക്ക്, നിർവ്വാണ അറ്റൻഡ് ചെയ്ത ആൾക്ക് 2 ചോയ്സ് ഉണ്ട്. നിർവ്വാണ അറ്റൻഡ് ചെയ്ത ആൾക്ക് ഒന്നുകിൽ അയാൾക്ക് ഇനി ജനിക്കേണ്ടെന്ന് തീരുമാനിക്കാം. ഓക്കെ, അത് ഈ യൂണിവേഴ്സ് അയാളെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ബുദ്ധൻ അങ്ങനെയായിരുന്നു. ബുദ്ധൻ ഇനി ജനിക്കില്ല. ബുദ്ധൻ്റെ എനർജി ന്യൂട്രലൈസ് ആയി ബുദ്ധൻ പോയി. പക്ഷേ ബുദ്ധന് കുറേ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. ഈ ഡിസൈപ്പിൾസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർക്ക് ബുദ്ധനേക്കാളും അല്ലെങ്കിൽ അവർ എൻലൈറ്റൻഡ് ആയി അടുത്ത ജന്മത്തിൽ ജനിക്കേണ്ട എന്നുള്ളതിനേക്കാളും അവർ കൂടുതലും ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടിയ എൻലൈറ്റൻമെൻറ്റ് എല്ലാവർക്കും കിട്ടണമെന്നാണ്. ദേ ആർ കമ്പാഷനേറ്റ് പീപ്പിൾ. അവരാണ് ബോധിസത്വാസ്. ബോധിസത്വാസ് ആക്ച്വലി നമ്മൾ ഒരു ലേമൻ ലാംഗ്വേജിൽ ഇങ്ങനെ പറയാൻ പാടുമെന്നറിയില്ല, എങ്കിലും കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി പറയാണ്, ബുദ്ധനേക്കാളും സെൽഫ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ ബോധിസത്വാസാണ്.
മനസ്സിലായില്ലേ? ബുദ്ധൻ വീണ്ടും ജനിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ബോധിസത്വാസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആവശ്യത്തിന് നമ്പർ ഓഫ് ബോധിസത്വാസ് ഉണ്ട് ബാക്കി ആൾക്കാരെയും എൻലൈറ്റൻമെൻറ്റിലേക്ക് നയിക്കാനായിട്ട്. അപ്പോൾ ഈ ബോധിസത്വാസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുകയാണ്, ഓക്കെ എനിക്ക് എൻലൈറ്റൻമെൻറ്റ് കിട്ടി എങ്കിലും ഇനി ഞാൻ വീണ്ടും ജനിക്കണം, ഒരുപാട് ആൾക്കാർക്ക് എൻലൈറ്റൻമെൻറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ബോധിസത്വയുടെ കൺസെപ്റ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് റീബർത്തിനെ കുറിച്ച് ബുദ്ധ പറയുന്നത്. ഇതേ കോൺസെപ്റ്റ് നിർവാണ എന്നുള്ളതിന് പകരം കൈവല്യ എന്നുള്ള അല്ലെങ്കിൽ കേവല ജ്ഞാന എന്നുള്ള സംഭവമാണ് ജൈനിസം പറയുന്നത്. അപ്പോൾ ജൈനിസം പറയുന്നത് ഈ കർമ്മബന്ധം അവസാനിക്കാതെ കിടക്കുന്ന ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാളുടെ സോളാണ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. അതാണ് ഡോക്ട്രിൻ ഓഫ് ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ. ബുദ്ധ പറയുന്നത് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുകൊണ്ട് ഹി വിൽ ബി റീബോൺ. ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ അല്ല, ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല, അതുകൊണ്ടാണ് അത് കൺഫ്യൂഷൻ കിടക്കുന്നത്. അപ്പോൾ ബുദ്ധനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ബുദ്ധിസം അഡ്വക്കേറ്റ് ചെയ്യുന്നത് റീബർത്ത് ആണ്. ഓക്കെ, ജൈനിസം പറയുന്നത് ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ ആണ്. റീബർത്തിലേക്ക് ഒരാളുടെ റീബർത്തിൻ്റെ സമയത്ത് ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് എനർജിയാണ്. ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോളിൽ ആത്മാവാണ് പോകുന്നത്, മനസ്സിലായോ? ഇതാണ് സംഭവം. ഇനി ജൈനിസത്തിൽ ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ കൈവല്യ കേവല ജ്ഞാനം കിട്ടിയ ആളുകൾ സിദ്ധാസ് എന്നറിയപ്പെടും. സിദ്ധാസ് ആർ ലിബറേറ്റഡ് സോൾസ്. അവരുടെ ആത്മാവ് ലൈക്ക് എന്താ പറയുക, കർമ്മബന്ധം തീർത്തു പോകുന്ന ആൾക്കാരാണ്. അവർ വീണ്ടും ജനിക്കില്ല, ലിബറേറ്റഡ് സോളാണ്. ഓൾറെഡി അവർ ലിബറേറ്റഡ് ആയി. അവരുടെ എന്തിൽ നിന്നാണ് ലിബറേറ്റഡ് ആവുന്നത്? സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത് നിന്നാണ് ലിബറേറ്റഡ് ആവുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ലിബറേറ്റഡ് ആവാത്ത ഓർഡിനറി ആൾക്കാർ, അവർക്ക് എന്ത് പറ്റും? ദെയർ സോൾസ് ആർ ബോണ്ടഡ് ടു ഡിഫറെൻറ്റ് കർമാസ്. ഇവിടെയുള്ള പല കർമ്മബന്ധങ്ങളിലും അവരുടെ സോൾസ് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് എന്ത് പറ്റും? അവർക്ക് ഈ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത് അവസാനിക്കുന്നില്ല, മനസ്സിലായോ? അതാണ് ജൈനിസത്തിലും ബുദ്ധിസത്തിലും പറയുന്ന കോൺസെപ്റ്റ്. ഇതെല്ലാവർക്കും നല്ല ക്രിസ്റ്റലായിട്ട് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി ഏത് സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ കോൺടെക്സ്റ്റ് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും, ഈ പോയിന്റ്. അപ്പോൾ ഇതാണ് ഒരു സബ്ജക്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.